ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് കോവയ്ക്ക കൊണ്ടൊരു മീൻ കറി ടേസ്റ്റുള്ള അടിപൊളി കറി തയ്യാറാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, കുറച്ച് ഉലുവ, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കോവയ്ക്ക 4 നീളത്തിൽ കട്ട് ചെയ്തത്, കറിവേപ്പില, പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ. മീൻകറിയൊക്കെ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം ഇത് നമ്മൾ ചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ഒരുവിധം നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാവട്ടെ. നമ്മൾ നോയമ്പിലൊക്കെ ഇരിക്കുമ്പോൾ മീൻ കറി കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ മീനല്ലെന്ന് പറയേയില്ല. ഇനി അതിനകത്തേക്ക് ലേശം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നീട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയാണിത്, ഒരു വലിയ സവാള നീട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചട്ടിയിലായത് കാരണം പെട്ടെന്ന് ചൂടാവും നമ്മുടെ എണ്ണ. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി നോൺ സ്റ്റിക്കിലാണെങ്കിലും അല്ലാത്ത പാത്രങ്ങളിലാണെങ്കിലും കുക്ക് ചെയ്തെടുക്കുന്ന അത്രയും ടൈം നമുക്ക് വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സവാള വഴറ്റാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ നോർമൽ മീൻ കറി വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന അരപ്പ് തന്നെ, അതായത് മല്ലിപ്പൊടി ഞാനിവിടെ 2 ടീസ്പൂൺ അധികം 2 ടീസ്പൂണിൽ ലേശം കൂടുതൽ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നല്ലോണം നമ്മുടെ സവാള വഴറ്റി കൊടുക്കുക. സവാള നല്ലപോലെ വഴഞ്ഞ് വരാൻ വെയിറ്റ് ചെയ്യണ്ട, കാരണം ചട്ടിലായതുകൊണ്ട് ഇരുന്ന് കൂടുതൽ വഴഞ്ഞ് വരികയുള്ളൂ. ഓഫ് ചെയ്താലും ആ ചൂട് കുറേ നേരത്തേക്ക് നിൽക്കും. ഇനി അതിനകത്തേക്ക് നമ്മുടെ കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 70% വേവൊക്കെ ആകുമ്പോഴത്തേക്കും കോവയ്ക്ക പക്ഷേ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കണം. കാരണം അങ്ങനെ ആ ഒരു മീനിൻ്റെ ടെക്സ്ചറിലോട്ട് വരും. നമ്മുടെ ഈ മല്ലിപ്പൊടിയും ഉപ്പും സവാളയുടെയും ഇഞ്ചിയുടെ ഒക്കെ സത്ത് പിടിച്ചിരിക്കും. അപ്പോൾ ലേശം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. കോവയ്ക്ക നല്ലപോലെ വേവണം, അപ്പോഴാണ് ആ സ്വാദ് വരുന്നുള്ളൂ. ഇനി ഒരുവിധം വഴറ്റി കഴിയുമ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ്. ചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് അരപ്പ് ശരിയാക്കാം. അതിനുവേണ്ടി നമ്മളെടുത്ത് വെച്ചിരുന്ന ചിരകിയ തേങ്ങ, അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. മീൻകറിയുടെ ആ കളർ ഒക്കെ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ നമ്മളെപ്പോഴും ചേർക്കാറുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി. ഇവർക്ക് മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ അത് അരച്ചെടുക്കുക. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കോവയ്ക്കൊക്കെ കണ്ടോ, ഏകദേശം ഒരു വേവ് ആയിട്ടുണ്ട്. ലേശം സമയം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് നോക്കാം. എന്നിട്ട് നല്ലപോലെ വെന്ത് വരുമ്പോൾ നമ്മുടെ ആ അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ആ അരയ്ക്കാനെടുത്ത മിക്സിയുടെ ബൗളിൽ തന്നെ നമ്മൾ ആ കുറച്ച് വെള്ളം എടുത്ത് കഴുകി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുഴുവൻ നമുക്ക് അതിനകത്ത് കിട്ടും. ചാറൊക്കെ നമ്മളുടെ ആവശ്യം പോലെയാണ്. കൂടുതൽ ലൂസായിട്ടിരിക്കുന്നത് എനിക്കത്ര വലിയ താല്പര്യമില്ല. ഞങ്ങൾക്കൊക്കെ ഒത്തിരി തിക്കാണ് ഇഷ്ടം. ഇരുന്ന് കഴിഞ്ഞ് ഒന്നോടെ കുറുകും. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനേലും ലേശം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇരുന്നൊന്ന് നമ്മുടെ കറി കുറുകും. ഇത് കണ്ടോ, കറക്റ്റ് ആ ഒരു മീൻ കറിയുടെയൊക്കെ ഒരു ലുക്കൊക്കെ നമ്മുടെ കറിക്ക് വന്നു തുടങ്ങി. ലേശം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണ്.
ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു കഷ്ണം കുടംപുളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുടംപുളിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേവുമ്പം ശരിക്കും നമ്മൾ മീൻകറി വെക്കുന്ന പോലത്തെ സ്മെല്ലും വരും. ഇനി അടച്ച് വെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ല വെന്ത് തിളച്ച് അടിപൊളിയായിട്ട് നമ്മുടെ കറി വന്നു. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എല്ലാം പാകമാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചട്ടി ആയതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്താലും തിളച്ച് തന്നെ ഇരിക്കുന്നുണ്ടോ. ഇനി അതിന് മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ലേശം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി അല്ലെന്ന് ആരും പറയില്ലാത്ത വെജിറ്റേറിയൻ മീൻകറി കോവയ്ക്ക വെച്ച് റെഡിയാക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.